ഇസ്രായേൽ വീണ്ടും യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. യമനും ലെബനാനും പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നു. മിഡിൽ ഈസ്റ്റിൽ നിന്നും അന്താരാഷ്ട്ര മീഡിയയെ പ്രതിനിധീകരിച്ചും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകളൊന്നും അത്ര സന്തോഷമോ സുഖകരമോ ഉള്ള കാര്യമല്ല. ഏതായിരുന്നാലും പുതിയൊരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കാൻ സാഹചര്യമുള്ള സ്ഥിതിയിലേക്കാണ് ഗസയുടെ മേഖല മാറിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിന് വെടി പൊട്ടിച്ചത് അതല്ലെങ്കിൽ ഇതിന് തീക്കനലൊരുക്കിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. ട്രംപിനെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു കണ്ട് സങ്കടവും പരിഭവവും പ്രയാസങ്ങളും ഇസ്രായേലിന്റെ പരാജയങ്ങളും നാണക്കേടുകളും ബുദ്ധിമുട്ടും എല്ലാം പറഞ്ഞതോടുകൂടിയാണ് ട്രംപ് കളം മാറ്റി ചവിട്ടിക്കൊണ്ട് ഗസയിലെ ബന്ദിമോചനത്തിൽ നേരിട്ട് ഇടപെടുന്നത്. 2-3 അഭിപ്രായമാണ് ഗസയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ട്രംപ് പറഞ്ഞത്. ഒന്ന്, ഗസക്കാരെ മാറിപ്പോണം, അത് മറ്റ് രാജ്യങ്ങൾ ഈജിപ്തും ജോർദാനും ഏറ്റെടുക്കണം. അത് ഏറെക്കുറെ സാധ്യമാവാത്ത ഒരു സ്ഥിതിവിശേഷം വന്ന സമയത്ത് രണ്ടാമത്തെ ഘട്ടത്തിൽ പറഞ്ഞു അവിടെ അമേരിക്കൻ സൈന്യം ഇറങ്ങിയിട്ട് അവരെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് തിരിച്ചു വരാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത്. അതിന്റെ തുടർച്ചയായ രീതിയിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പറഞ്ഞത് അവരെ ഗസക്കാരെ സൗദി അറേബ്യ ഏറ്റെടുക്കണം. സൗദി അറേബ്യ ഏറ്റെടുക്കുക മാത്രമല്ല ഗസയിൽ പുതിയ രാജ്യം ഉണ്ടാക്കണം. അങ്ങനെ ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരുംപടി ചേർക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് കുറഞ്ഞ ദിവസങ്ങളായിട്ട് ഇപ്പൊ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് ട്രംപിന്റെ വാചകത്തിന് മറുപടി അല്ലെങ്കിൽ അതിന്റെ തുടർച്ചയായ രീതിയിലാണ് ഇസ്രായേൽ പറയുന്നത് ശനിയാഴ്ച, അതായത് മറ്റന്നാൾ വരാൻ പോകുന്ന ദിവസം 12 മണിയോടുകൂടി പൂർണ്ണമായിരിക്കുന്ന ബന്ദിമോചനം സാധ്യമായിട്ടില്ലെങ്കിൽ കരാർ വ്യവസ്ഥ ലംഘിക്കും, അല്ലെങ്കിൽ കരാർ വ്യവസ്ഥ അവസാനിക്കും, തങ്ങൾ യുദ്ധത്തിലേർപ്പെടും എന്ന തരത്തിലാണ്. അതിനോടനുബന്ധിച്ച് അത്തരമൊരു യുദ്ധവും വിഷയങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതുവരെ കഴിഞ്ഞ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു രൂപങ്ങൾ ഗസയുടെ കാര്യത്തിൽ അല്ലെ ഫലസ്തീന്റെ കാര്യത്തിൽ ഇപ്പോൾ അറേബ്യൻ മേഖലയിൽ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും റോയിട്ടേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര ചാനലുകൾ പുറത്തുവിടുന്നു. ഇതിൽ യമൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അവർ ഈ യുദ്ധം ഉണ്ടാവാനുള്ള സാധ്യത മനസ്സിലാക്കിയിട്ട് വലിയ തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ലെബനാനിൽ ഹിസ്ബുള്ള ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട വിഭാഗവും ഏറെക്കുറെ ഇത്തരം തയ്യാറെടുപ്പുകൾ നടക്കുന്നതായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. അപ്പോൾ ഇവിടെ വിഷയം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ സൈനികർ അവിടെ പരമാവധി സൈനികരൊക്കെ അവർ തിരിച്ചു വിളിച്ചിരിക്കുന്നു. ലീവിൽ പോയവരോടൊക്കെ റിസർവ് സൈനികരോടൊക്കെ തിരിച്ചു വരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അവരുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ യുദ്ധസന്നാഹ സംവിധാനങ്ങൾ ഒരുക്കുന്നു. എന്നാൽ ഹമാസ് എന്ത് പറയുന്നു? ഹമാസ് പറയുന്നത് കരാർ ലംഘനം ചെയ്യുന്നത് ഇസ്രായേലാണ്. എന്താ ഇസ്രായേൽ കരാർ ലംഘനം ചെയ്തത്? ഈ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടരുത് എന്നും ഇതിന് കരാർ വ്യവസ്ഥ പൂർണ്ണമായി പാലിക്കണം എന്നും ഇസ്രായേലിന്റെ പ്രതിനിധി തന്നെ ഖത്തർ മുഖാന്തരം സാക്ഷ്യം ചെയ്തതാണ്. അപ്പൊ ഇവര് ബന്ദി കൈമാറ്റം നടക്കുന്നതോടനുബന്ധിച്ച് ഫലസ്തീനി ജയിലിൽ കിടക്കുന്ന തടവുകാരുടെ മോചനം കരാറിൽ പറയുന്നു. അത് അവർ വൈകിപ്പിക്കുന്നു. മാത്രമല്ല ഉദ്ദേശ രീതിയിൽ അവർ മോചനം നടത്താതിരിക്കുന്നു. അങ്ങനത്തെ കുറെ പ്രയാസം അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്നത് മാത്രമല്ല, തെക്ക് വടക്കൻ ഗസയിൽ നിന്ന് ഫലസ്തീനികൾ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്ന സമയത്ത് അവർക്ക് നേരെ ആക്രമണം നടത്തുകയും വെടിവെപ്പ് നടത്തുകയും മരണവും റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് യഥാർത്ഥത്തിൽ കരാർ ലംഘനമാണ് തുടരുന്നതെങ്കിൽ തങ്ങൾക്ക് ബന്ദിമോചനം ആലോചിക്കേണ്ടി വരും, തൽക്കാലത്തേക്ക് ഞങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നു എന്ന് ഇവിടുന്ന് ഫലസ്തീനിൽ നിന്ന് ഹമാസ് പറയുകയും ചെയ്തു. ഇപ്പൊ നിലവിൽ 36 ബന്ദികളാണ് ജീവനോടെ ഉള്ളത്. ബാക്കിയുള്ളവർ മരണപ്പെട്ടവരുടെ മൃതദേഹമാണ് തങ്ങളുടെ കൈവശത്തിലുള്ളത് എന്ന ഒരു റിപ്പോർട്ടും ഫലസ്തീനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫലസ്തീന്റെ ഭാഗത്ത് നിന്ന് ഇപ്പൊ പുറത്തു വന്നിരിക്കുകയാണ്. ഏതായിരുന്നാലും സംഘർഷാവസ്ഥ അതിരൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇപ്പൊ നിലവിൽ ഇതുവരെ നടന്നിരിക്കുന്ന യുദ്ധത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു രൂപങ്ങൾ ഗസ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. കാര്യം നേരിട്ട് കൊണ്ട് ഈ വിഷയത്തിൽ ഇതുവരെ അറബ് രാജ്യങ്ങൾ ഇടപെട്ടില്ല, അഭിപ്രായങ്ങൾ മാത്രമാണ് പറയുന്നത്. മാത്രമല്ല 2 വിഭാഗത്തോടും സമാധാനം പാലിച്ചുകൊണ്ട് യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് പ്രാധാന്യം നൽകണം എന്നുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് പല ഘട്ടങ്ങളിൽ. സൗദി അറേബ്യനെ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് യുദ്ധവിരാമത്തെക്കുറിച്ച് ആദ്യഘട്ടത്തിലൊക്കെ പല രീതിയിലും സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായ രീതിയിൽ UAE സംസാരിച്ചിട്ടുണ്ട്. ഈ മധ്യസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഖത്തറാണ് ചെയ്യുന്നത് എന്നതിനാൽ അതിൽ ഇവർ ഇടപെട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ രൂപങ്ങളും കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞുകൊണ്ട് ട്രംപിന്റെ അകത്തുള്ള അല്ലെ അമേരിക്കയുടെ ഉദ്ദേശശുദ്ധി ഇപ്പോൾ ട്രംപ് എന്ന് പറയുന്ന ആള് പുറത്ത് കൃത്യമായ രീതിയിൽ പറഞ്ഞിരിക്കുന്നു. ഇതുവരെ അത് അമേരിക്കയുടെ ഒരു ഭരണാധികാരികളും പറയാത്തതാണ്. അവരുടെ ഉദ്ദേശ കാര്യങ്ങൾ പുറത്ത് പറഞ്ഞിട്ടേ ഇല്ല. അതായത് ഈ അറേബ്യൻ മേഖല വിഴുങ്ങാൻ പാകത്തിൽ അല്ലെങ്കിൽ അവരുടെ ആധിപത്യം പൂർണ്ണമായ രീതിയിൽ അമേരിക്ക കിട്ടുന്ന തരത്തിലുള്ള
സംവിധാനം ഒരുക്കുകയും മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയും ബലമുള്ള ശക്തിയുമായി ഇസ്രായേലിനെ സ്ഥാപിച്ചെടുക്കുകയും ചെയ്യുക എന്നുള്ളത് തങ്ങളുടെ ഉദ്ദേശമാണ് എന്ന് ട്രംപ് പറയാതെ പറയുന്നു. അതിന്റെ തുടർച്ചയായ രീതിയിൽ ആലോചിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാത്ത രീതിയിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു അതിന്റെ തുടർച്ച പറയുന്നു. അതാണ് ഗസക്കാരെ സൗദി അറേബ്യ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞത്. അതോടുകൂടി അറേബ്യൻ മേഖലയിലേക്ക് ഈ വിഷയങ്ങൾ വലിയ രീതിയിൽ വ്യാപിക്കാനുള്ള സാധ്യത അറബ് ലോകത്തിന് മനസ്സിലാകുന്നു. കാര്യം എന്ന് പറയുന്നത്, ഉദ്ദേശ രീതി എന്ന് പറഞ്ഞാൽ ഗസ എന്ന് പറയുന്ന പ്രദേശത്തെ പൂർണ്ണമായി ഇല്ലാതാക്കി അതിന്റെ ആധിപത്യവും അധികാരങ്ങളും ഫലസ്തീൻ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇസ്രായേൽ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇസ്രായേൽ പിടിച്ചെടുത്താലോ പിന്നീട് ഒരിക്കലും ഗസയിൽ നിന്നുള്ള ഒരു ഭീഷണി വിഷയങ്ങളൊന്നും ഇസ്രായേലിന് നേരെ ഉണ്ടാവില്ല. വെസ്റ്റ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇപ്പോൾ ഒരു രാജ്യമുണ്ട്, ഫലസ്തീൻ എന്ന രാജ്യം. അവിടെ സൈനിക സംവിധാനങ്ങളുണ്ട്, അവിടെ പ്രധാനമന്ത്രിയുണ്ട്, പ്രസിഡന്റുണ്ട്, ക്യാബിനറ്റ് മന്ത്രിമാരുണ്ട്. ആയുധങ്ങളില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ വിഷയങ്ങൾ അവിടെ അങ്ങനെ ഭരണ സംവിധാനങ്ങളൊക്കെ നിലനിൽക്കുന്നു. മഹ്മൂദ് അബ്ബാസ് ഇപ്പോൾ ഫലസ്തീന്റെ പ്രസിഡന്റാണ്. അയാളെ ലോകം അംഗീകരിക്കുന്നു. അയാൾ ഈ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പോക്കും വരവൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷേ അവിടെ വിഷയം എന്ന് പറഞ്ഞാൽ അവിടെ എയർപോർട്ടുകളോ സൈനിക സംവിധാനങ്ങളോ പ്രതിരോധ സംവിധാനങ്ങളോ ടാങ്കറുകളോ ആയുധങ്ങളോ ഒരു വെടിക്കോപ്പുകളോ ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇസ്രായേൽ കൊടുക്കുകയും വേണം. അപ്പോൾ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ദേശത്തിന്റെ അകത്തേക്ക് ഇരച്ചു കയറാൻ അവർക്ക് ആരുടെയും സമ്മതം വേണ്ട. എല്ലാ മേഖലയിലും കൈയടക്കിയിട്ടുള്ള പ്രവൃത്തി എല്ലാ കാലത്തും ഇസ്രായേൽ ചെയ്യാറുണ്ട്. ഗസയിലാണ് പ്രതിരോധമുള്ളത്, വെസ്റ്റ് ബാങ്കിൽ പ്രതിരോധമില്ല. വെസ്റ്റ് ബാങ്കിൽ ഒറ്റപ്പെട്ട പ്രതിരോധങ്ങളാണുള്ളത്. ആ ഒറ്റപ്പെട്ട പ്രതിരോധത്തിൽ മരണം നടന്നാൽ പോലും പ്രാധാന്യത്തോടു കൂടി അന്താരാഷ്ട്ര മീഡിയകൾ പോലും റിപ്പോർട്ട് ചെയ്യില്ല. ഗസയിൽ നടക്കുന്ന ചെറിയ വിഷയം പോലും വലിയ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ ചെയ്യുന്നതിന് തക്കതായ രീതിയിൽ അല്ലെങ്കിൽ അതിന് സമയബന്ധിതമായി തന്നെ പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി ഹമാസിന് സാധിക്കുന്നു എന്നതിനാൽ അത് ചർച്ചയാവാറുണ്ട്. ഏറ്റുമുട്ടലുകൾ നടക്കുന്നു എന്നുള്ളതുകൊണ്ട് അത് അപ്പോൾ ഗസയാണ് പ്രശ്നം അല്ലെങ്കിൽ ഹമാസാണ് പ്രശ്നം. ഹമാസും ഗസയും നീങ്ങിക്കഴിഞ്ഞാൽ ഏറെക്കുറെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ സ്വതന്ത്രമായിരിക്കുന്ന ഒരു രാഷ്ട്രമായി തീരും. 1948 സ്വതന്ത്രമായിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അവിടെ ജീവിക്കുന്ന ജൂത വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഭരണം നടത്തുന്ന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രയാസത്തിലാണ്. ഏത് സമയവും അവർ ആക്രമിക്കപ്പെടാൻ പാകത്തിലുള്ള സംവിധാനമാണ് അയൽ രാജ്യങ്ങൾക്കിടയിലൊക്കെ ഉള്ളത്. അതൊരു ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ്. അത് ഗസയാണ് വിഷയം. അപ്പോൾ ഈ ബൈഡനെ സംബന്ധിച്ചിടത്തോളം പിടിച്ചതിൽ വലിയ മാളത്തിൽ എന്ന് പറഞ്ഞ പോലെ ബൈഡനേക്കാണ് ശക്തിയും പവറും ഉപയോഗിച്ചാണ് ഇപ്പോൾ ട്രംപ് സംസാരിക്കുന്നത്. ഇലക്ഷന് മുൻപ് സംസാരിച്ച രീതിയല്ല ട്രംപിന്റെ ഇപ്പോഴത്തെ നിലപാട്. ഇലക്ഷന് മുമ്പ് 24 മണിക്കൂർ കൊണ്ട് യുദ്ധം അവസാനിക്കും, അത് റഷ്യയും ഉക്രൈനും ആണെങ്കിലും പാലസ്തീനും ഇസ്രായേലും ആണെങ്കിലും അത് സമാധാനപരമായിരിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് തന്റെ ഉദ്ദേശം. രാജ്യത്തിന്റെ സമ്പത്ത്, അമേരിക്കൻ സമ്പത്ത് ഏതെങ്കിലും രാജ്യത്തേക്ക് അനാവശ്യമായ രീതിയിൽ അല്ലെങ്കിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് കൊടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, അങ്ങനെ ഉണ്ടാവില്ല എന്ന കാര്യങ്ങളൊക്കെ ഇലക്ഷൻ പ്രചരണത്തോടു കൂടി അദ്ദേഹം പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് വലിയ രീതിയിലുള്ള ഭൂരിപക്ഷത്തോട് അദ്ദേഹം വിജയിക്കുകയും ചെയ്തത്. എന്നാൽ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി രീതിക്കൊക്കെ മാറ്റം വന്നു. ഇപ്പോൾ സ്വന്തമായിരിക്കുന്ന ബിസിനസ് നിലപാടിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അതോടുകൂടി പ്രതിസന്ധിയായി. മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളിൽ എല്ലാ കാലത്തും അമേരിക്കയുമായി നല്ല ബന്ധമാണ്, നല്ല സൗഹൃദ ബന്ധമാണ്, സാമ്പത്തിക സൈനിക ബന്ധങ്ങളൊക്കെ തുടരുന്ന വിഭാഗമാണ്. ഇപ്പോൾ അതൊക്കെ പ്രതിസന്ധിയായി. കാരണം അറേബ്യൻ മേഖലയെ സ്പർശിച്ചുകൊണ്ടാണ് ഇപ്പൊ ട്രംപ് സംസാരിച്ചത്. മഹായുദ്ധങ്ങളും വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുകളും പല ഘട്ടങ്ങളിലും പാലസ്തീനും ഇസ്രായേലുമായിട്ട് ഉണ്ടായിട്ടുണ്ട്. 1948 ശേഷം 67 നടന്ന അറബ് ഇസ്രായേൽ യുദ്ധം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. എന്നാൽ അറബ് ഇസ്രായേൽ യുദ്ധത്തിലും യഥാർത്ഥത്തിൽ ഗൾഫ് മേഖലയിൽപ്പെട്ട ഒരു രാജ്യവും ഇസ്രായേലിനെതിരെ ആയുധമേന്തിയിട്ടില്ല എന്നത് സത്യമാണ്. അതിൽ ഈജിപ്ത് ഉണ്ടായിരുന്നു, ലെബനാൻ ഉണ്ടായിരുന്നു, ജോർദാൻ ഉണ്ടായിരുന്നു, സിറിയ ഉണ്ടായിരുന്നു. 4 പ്രധാന രാജ്യങ്ങൾ. പിന്നെ 7 ഇറാനും ഇറാഖും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ ഈ മധ്യേഷ്യയുടെ മറ്റൊരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇറാനും ഇറാഖും എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗമല്ലെങ്കിൽ പോലും ഇറാൻ വൈദൂരത്തിൽ നിൽക്കുന്ന രാജ്യം പോലും അന്നത്തെ യുദ്ധത്തിൽ ഇസ്രായേലിനെതിരെ സഹകരിച്ചിട്ടുണ്ട്. ഗൾഫ് മേഖലയിലുള്ള ഒരു അറബ് രാജ്യവും സഹകരിച്ചിട്ടില്ല എന്നുള്ളതും ഇതിനെ കൂടെ കൂട്ടി വായിക്കേണ്ടതാണ്. അങ്ങനെ 1960 അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ ഇസ്രായേൽ വിജയിക്കുന്നു, വലിയ ആധിപത്യം, വലിയ സൈനികപരമായിരിക്കുന്ന മുന്നേറ്റം ഉണ്ടാകുന്നു, ലോകം ഇസ്രായേലിനെ അംഗീകരിക്കുന്നു, 6 രാജ്യത്തെ ഒരേ സമയത്ത് അടിച്ച് താഴെ ഇടാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യങ്ങളൊന്നുമല്ല. കാര്യം അന്ന് ഇസ്രായേലിനേക്കാണ് 4 ഇരട്ടി ശക്തിയും ബലവുമുള്ള രാജ്യമായിരുന്നു അന്നത്തെ സൈനിക ബലത്തിൽ ഈജിപ്തിനെയാണ് തകർത്തെറിഞ്ഞത്. ആ സമയത്തൊക്കെ ഈ കാര്യത്തെ കണ്ടു നിന്നു എന്നല്ലാതെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഭിപ്രായം അറബ് മേഖലയിൽ നിന്നും അറബ് രാജ്യത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്ന് യാഥാർത്ഥ്യമാണ്.
അപ്പോൾ അതിനോടനുബന്ധിച്ച് അമേരിക്കയുമായിട്ടുള്ള ബന്ധമാണ് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. യുദ്ധം കഴിഞ്ഞതിന് ശേഷം രീതിക്കും റൂട്ടിനൊക്കെ വലിയ മാറ്റമുണ്ടായി. ജോർദാൻ അമേരിക്കയും ഇസ്രായേലുമായിട്ട് സഹകരിച്ചു, ഈജിപ്ത് അമേരിക്കയും ഇസ്രായേലുമായിട്ട് സഹകരിച്ചു. അങ്ങനെ അവർ പരസ്പരം നയതന്ത്ര ബന്ധങ്ങൾ ഉണ്ടാക്കി, ഈ എംബസിയും കോൺസുലേറ്റും തുറന്നു, വലിയ സൗഹൃദ ബന്ധമായി. അങ്ങനെ ശത്രുതാ രീതിയൊക്കെ അങ്ങനെ ഇല്ലാതായി. ഈ ഗസയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ അതിർത്തി പങ്കിടുന്ന രാജ്യം ജോർദാനാണ്. അപ്പോൾ ജോർദാനുമായിട്ടുള്ള ഈ സഹകരണവും സഹായം വലിയ ഗുണം യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഉണ്ടാക്കി എന്നുള്ള യാഥാർത്ഥ്യമാണ്. അങ്ങനെയാണ് അവർ തുടർന്ന് പോകുന്നത്. എന്നാൽ ഗസയുടെ ഈ ഹമാസിന്റെ അക്രമം, ഒക്ടോബർ 7 തീയതിയുള്ള അക്രമത്തോടനുബന്ധിച്ച് എല്ലാ കണക്കുകൂട്ടലുകളും രീതികളും സാഹചര്യങ്ങളും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തെറ്റിപ്പോയി. അതിനെ പിന്നെ പ്രതിരോധിച്ചുകൊണ്ട് പഴയ രൂപത്തിൽ ശക്തിയായിരിക്കുന്ന സംവിധാനത്തോടു കൂടി വരാനുള്ള ശ്രമം ഇസ്രായേൽ നടത്തിയതെല്ലാം പരാജയപ്പെടുകയും ചെയ്തു. ഒക്ടോബർ 2023 ആ അക്രമവുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ പ്രതിസന്ധിയും പ്രയാസവും ബുദ്ധിമുട്ടും ഇപ്പോഴും ഇസ്രായേൽ അനുഭവിക്കുന്നു. അങ്ങനെ പോയി 2025 എത്തുന്ന സമയത്താണ് പിന്നീട് ട്രംപ് അധികാരത്തിലേറുന്നത്. ട്രംപ് അധികാരത്തിലേറുന്ന സമയത്ത് റൂട്ടും കാര്യങ്ങളൊക്കെ ട്രംപ് തിരിച്ചു കൊടുക്കുകയാണ്. അതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ ബന്ദി കൈമാറ്റത്തിന് ഹമാസ് ബന്ദി കൈമാറ്റം തടഞ്ഞതോടുകൂടി ബന്ദി കൈമാറ്റം ഇല്ലെങ്കിൽ ഗസയുമായിട്ട് തുറന്ന യുദ്ധത്തിന് തയ്യാറാണ്, നരകമാക്കും എന്നുള്ള പരാമർശമൊക്കെയാണ് വരുന്നത്. നരകമാക്കുമെന്ന് പരാമർശത്തിൽ ഒരടിസ്ഥാനമില്ല. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗസ സ്വർഗമൊന്നും അല്ലല്ലോ, പിന്നെ നരകത്തിന്റെ കാര്യം പറയേണ്ട കാര്യമില്ല. അവിടെ ഇപ്പോൾ യഥാർത്ഥത്തിൽ നരകം തന്നെയാണ്. കുടിവെള്ളം പോലും ഇല്ല, ഭക്ഷണമില്ല, വസ്ത്രമില്ല, ഈ മരുന്നില്ല, ആശുപത്രിയില്ല, പള്ളികളില്ല, മതസ്ഥാപനങ്ങളില്ല, ആംബുലൻസുകളില്ല, ഒരു സംവിധാനമില്ല. എല്ലാം തകർക്കപ്പെട്ടിരിക്കുന്നു. തകർന്ന ബിൽഡിങ്ങിന്റെ അകത്ത് മനുഷ്യന്മാർ ഇപ്പോഴും മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും നിലനിൽക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് UN സഭയിലെ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് ശരിവെച്ചതാണ്. അങ്ങനത്തെ ഒരു രാജ്യത്ത് ഇനി നരകാക്കാൻ അതാണ് അതിന്റെ ഉദ്ദേശം. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതികൾ എന്ന് പറയുന്നത് അറേബ്യൻ മേഖല യുദ്ധത്തിലേക്ക് നേരിട്ട് പങ്കാളിത്തം വഹിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ യുദ്ധം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അത്ര എളുപ്പമാവില്ല. കാരണം യമനും ലബനാനും ഇതുമായി തയ്യാറെടുപ്പുകൾ നടക്കുന്നു. ഏറെക്കുറെ ഇറാഖിലും നടക്കുന്ന വിവരങ്ങളും പുറത്തു വരുന്നു. പല കാര്യങ്ങളും രഹസ്യമായതുകൊണ്ട് അത് പരസ്യപ്പെടുത്താൻ വേണ്ടി മീഡിയക്കാരോ പത്രക്കാരോ തയ്യാറാവുന്നില്ല. ഏതായിരുന്നാലും വളരെ എളുപ്പത്തിൽ ജയിച്ച് കയറാവുന്ന ഒരു സാഹചര്യം ഗസയിൽ ഒരിക്കലും ഇസ്രായേലിനോ അമേരിക്കക്കോ ഉണ്ടാവില്ല എന്നുള്ളത് ചരിത്രപരമായിരിക്കുന്ന സത്യമാണ്.